എടാ നമ്മൾ PSC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ പലപ്പോഴും ബാക്ക്വേർഡ് നിൽക്കുന്ന ജില്ലകളിൽ കൊടുത്ത് അപേക്ഷ കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ ഒരു കൃത്യമായ റെഗുലേഷൻ വരികയാണ്. ഇടുക്കി, വയനാട്, അതുപോലെ കാസർഗോഡ് ജില്ലകളാണ് പൊതുവെ നമുക്ക് ബാക്ക്വേർഡ് ആയിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ജില്ലകളിൽ നമുക്കൊരു പുതിയൊരു അപ്ഡേറ്റ് വരികയാണ്. ആ ജില്ലകളിൽ വെച്ച് നിങ്ങൾ അപേക്ഷ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമുക്കൊരു 5 വർഷം നിൽക്കുകയാണെങ്കിൽ DRB റൂൾസ്, അതായത് ഡിസ്ട്രിക്ട് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ റൂൾസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ജില്ലകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എല്ലായിടത്തും നമുക്ക് 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ്. മാത്രമല്ല നേരത്തെ പിന്നോക്ക ജില്ലകളിൽ നിർബന്ധ സേവനം 3 വർഷം ചെയ്താൽ മതി എന്നുണ്ടായിരുന്നു. 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അന്തർജില്ലാ സ്ഥലം മാറ്റം നേടിക്കൊണ്ട് നമ്മുടെ സ്വന്തം ജില്ലയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ മറ്റുള്ള ജില്ലകളിൽ നിന്നും ഈ 3 ജില്ലകളിലേക്ക് ഉദ്യോഗാർത്ഥികൾ വെച്ച് അപേക്ഷ എഴുതി ജോലി നേടുകയും അതിനുശേഷം അവർ പെട്ടെന്ന് അവിടെ അന്തർജില്ലാ സ്ഥലമാറ്റം മേടിച്ച് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജില്ലകളിൽ സ്ഥിരമായിട്ടുള്ള ആൾക്കാർക്ക് അവസരം നഷ്ടപ്പെടുന്നുള്ള ഒന്ന്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇടുക്കി, വയനാട് പാക്കേജുകൾ നടപ്പിലാക്കാൻ മതിയായ ഉദ്യോഗസ്ഥരെ കിട്ടാനില്ലാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് ജനുവരി 22 ഇത്തരത്തിലൊരു വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി നമ്മൾ മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യമായിട്ട് ഇനിയിപ്പോൾ വരുന്ന PSC വിജ്ഞാപനത്തിൽ തന്നെ ഇനി വരാൻ പോകുന്ന, ഇപ്പോൾ നിലവിലുള്ള കേട്ടോ, ഇനി വരാൻ പോകുന്ന വിജ്ഞാപനങ്ങൾക്കായിരിക്കും ബാധകമാവുക. അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള പിന്നോക്ക ജില്ലകളിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യമേ അഫിഡവിറ്റ് വെക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ 10 വർഷ കാലയളത്തേക്ക് അവിടെ ജോലി ചെയ്തു കൊള്ളാം, അതുപോലെ ആ ജില്ലകളിൽ വരുന്ന പ്രൊമോഷൻകാരെ അവിടെ തന്നെ നിലനിർത്തണം എന്നൊരു ക്ലോസ് കൂടെ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ ഇത് വിശദമായ ചർച്ചകൾക്ക് വിധേയമാകുമെന്നാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്തായാലും ഇനിയുള്ള അപേക്ഷ കൊടുക്കാനുള്ള ജില്ലകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഇടുക്കിക്കാരനാകേണ്ടി വരും ചിലപ്പോൾ, അല്ലെങ്കിൽ കാസർഗോഡുകാരനാവേണ്ടി വരും, അല്ലെങ്കിൽ വയനാടുകാരനായി ജീവിക്കേണ്ടതായിട്ട് വന്നേക്കാം എന്നൊരു എന്താ പറയുക ധ്വനി നമ്മുടെ ഈ വകുപ്പിലുണ്ട്, അല്ലെങ്കിൽ ഈ വകുപ്പിൻ്റെ ഉത്തരവിലുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. നിലവിൽ ഇനി വരാൻ പോകുന്ന അപേക്ഷകൾക്കാണ് ഇത് ബാധകമായിട്ട് വരിക. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടിയിട്ടാണ് വന്നത്. ഇതുപോലുള്ള വാല്യുബിൾ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു.